ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഫീലിങ്സ് എന്താണ് നിങ്ങളോട്, അതുപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ചിന്ത, ആളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, ഔട്ട്കം എന്താണ്, ഗൈഡൻസ് മെസ്സേജ്, നമ്മളിതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നു. നമുക്ക് ഒരു ഫ്ലഡി ആയിട്ടുള്ള എനർജി, ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലഡി ആയിട്ടുള്ള എനർജി എന്തും കൈക്കുള്ളിലാക്കുന്ന ഒരു വ്യക്തി, എന്തും കൈക്കുള്ളിലാക്കും. കാരണം ആഗ്രഹിച്ചാൽ അത് നേടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒന്നിൽ തന്നെ ഒതുങ്ങി, അല്ലെങ്കിൽ ഒന്നിൽ ഒതുങ്ങി അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ള ഒരു സ്വഭാവമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണാണെന്ന് ധരിക്കേണ്ട. അങ്ങനെ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സൺ ഓഫ് സോർട്സ്. അപ്പോൾ അവിടെ ഒരു ചതി നടന്നിരിക്കുന്നുവെന്ന് തന്നെയാണ്. അതായത് വാക്കുകൾ കൊണ്ടാകാം, ഒരു പക്ഷേ അത് പ്രവൃത്തികൾ കൊണ്ടുമാകാം. അതായത് നമ്മുടെ വാക്കുകൾ സ്വാധീനിക്കാൻ ചിലർക്ക് പെട്ടെന്ന് സ്വാധീനിക്കപ്പെടാനും സ്വാധീനിക്കാനും ഒക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ചില വാക്കുകൾ കൊണ്ട് ചിലരെ സ്വാധീനിച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കുക, അത് പ്രവൃത്തിയിലൂടെയും ആകാം എന്നാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയിലേക്ക് കടന്നു വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ രണ്ട് ഈ ഫ്ലഡി ആയിട്ടുള്ള എനർജി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ബന്ധം ഉണ്ട്. ആ ബന്ധം തന്നെയാണ് ഈ രണ്ട് വ്യക്തി എന്ന് പറയുമ്പോൾ രണ്ട് മുഖങ്ങളാണ് അത് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ മുഖമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ചതി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ 8 ഓഫ് സോർട്സ് ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെ മാനസിക സമ്മർദ്ദത്തിൽ അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളല്ല ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ഒന്നിനെക്കുറിച്ച് മനസ്സിൽ സന്തോഷത്തോടുകൂടിയും വളരെ ആഗ്രഹത്തോടു കൂടിയും അത് എന്നിലേക്ക് കടന്നു വരും, അത് നല്ലതിനാണ് എനിക്ക് എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്നറിയുമ്പോൾ നമ്മളെ എല്ലാം തകർന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കെട്ടിവെക്കപ്പെട്ട ഒരവസ്ഥ, എന്തോ ഒരു ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി എന്ന ഒരവസ്ഥ. സത്യത്തിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്ത മാത്രമല്ല, ഇത് ചിന്തയുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ധാരാളമുണ്ട് അതിൻ്റെ കൂടെ. ഇത് കറക്റ്റാണ്. നമ്മൾ അവൾ പെട്ടുപോയി, ആ ട്രാപ്പിൽ പെട്ടുപോയി, ആ ഒരു എൻട്രാപ്മെൻറ്റിൽ ഞാൻ പെട്ടുപോയി എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ, അവിടെ ഒരു കയ്യാങ്കളി, അല്ലെങ്കിൽ അതേമാതിരിയുള്ള കുറേ പ്രശ്നങ്ങൾ, കേസ്, വഴക്കുകൾ, ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്നാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഫ്ലഡി ആയിട്ടുള്ള വന്നിരിക്കുന്ന എനർജി. അപ്പോൾ അത് ഇവിടെ ഒരു കയ്യാങ്കളിയിലേക്കും അത് പിന്നീട് ഒരു പോലീസ് കേസ് അതുപോലെയുള്ള ചില വിഷയങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പലതും അതിജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. പലതും ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ്. വളരെ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നു. അതിൽ നിന്ന് പുറത്ത് കടക്കുവാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നു, അത്ര തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശ്രമം ധാരാളമായി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ അതെല്ലാം തന്നെ നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പേജ് ഓഫ് വാൻസിലൂടെ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഇതൊക്കെ നേടിയെടുക്കാൻ ഈ വ്യക്തിക്ക് കഴിയും, അല്ലെങ്കിൽ അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് കണ്ടത്. ഇനി നിങ്ങളുടെ എനർജി നോക്കാം. 4 ഓഫ് കപ്സ് ആണ്.
അപ്പോൾ ഇവിടെ ഒരു നിരാശയുണ്ട് നിങ്ങൾക്ക്. എന്നാൽ ആ നിരാശയിലും നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു, ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് സോഡ്സ് ആണ്. എല്ലാം എന്നിലേക്ക് കടന്നു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഒരുപാട് ചിന്തകളുണ്ട്, മതിക്കുന്ന കുറേ വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യുന്നു എന്നും കാണിക്കുന്നു. ഒരു ധൈര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടന്നു വരുന്നു എന്നാണ്. ഇവിടെ നമുക്ക് ഒരു ന്യൂ ബിഗിനിങ് വരുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നമുക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. നിങ്ങളുടെ വ്യക്തി ഇനി ആരുടെ വലയിൽ വീണുപോയി എങ്കിൽ പോലും അവിടെ നടന്നതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു, എനർജി അവിടെ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അത് കണ്ടത്. എങ്കിലും നമുക്കിവിടെ നല്ല ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈൻ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അത് എത്രയും ഫാസ്റ്റായിട്ട് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് സോർട്സ് വരുന്നത്. എത്രയും ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് അത് കടന്നു വരുന്നു ഇപ്പോൾ എന്നാണ്. സമയം അതിക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാർഡുണ്ട്. അത് എടുക്കുന്നതിന് മുമ്പ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. Indecisive. I know my inability to make a decision hurts you. നിന്നെ ഹട്ട് ചെയ്ത സമയത്ത് അവർ നിങ്ങളുടെ വ്യക്തി യോർഷി പറയുകയാണ്, എനിക്ക് നിന്നെ ഹട്ട് ചെയ്യപ്പെട്ട ആ അവസരങ്ങളിൽ എനിക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കുവാനോ അതിനെ മാനേജ് ചെയ്യുവാനോ അതിൽ നിന്ന് പുറത്ത് കടക്കുവാനോ എനിക്ക് അന്ന് കഴിഞ്ഞില്ല എന്ന കുറ്റബോധത്തോടു കൂടിയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല നടന്നത്. ഞാൻ പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നീ അറിയുന്നതിനേക്കാൾ, അതായത് നീ എന്നെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ അതിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാനും പോലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ഈഗോ എനിക്കും ഉണ്ടായി എന്നാണ്. വളരെ ഈഗോയും ആ സമയത്ത് എനിക്കും സംഭവിച്ചു പോയി. ഞാനും എന്നെ മനസ്സിലാക്കാത്ത ഒരവസ്ഥ എന്ന് തോന്നിയപ്പോൾ ഞാനും നിന്നോട് കുറച്ച് ഈഗോ വെച്ച് പുലർത്തി എന്നാണ് പറയുന്നത്. സപ്പോർട്ടേജ് വരുന്നുണ്ട്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ചില സമയങ്ങളിൽ ഇത് സാധാരണയാണ്. കാരണം ഞാൻ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന അവസ്ഥ അത് വരാറുണ്ട്. കാരണം അത് അങ്ങനെ ഒന്നായിരുന്നു നമ്മളുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്ന് ആണ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെയധികം ഹോപ്പുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. കാരണം വീണ്ടും ഒരിക്കൽ കൂടി ഇതെല്ലാം തിരിച്ചു വരുമെന്നും നമ്മളുടെ ലൈഫിലേക്ക് നല്ല ഒരു നാളെ കടന്നു വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കും അത് പ്രതീക്ഷയുണ്ട് എന്നാണ്. നമ്മൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ 4 ഓഫ് കപ്സ് കണ്ടല്ലോ, ആ കാർഡിൽ നിങ്ങളും കാത്തിരിക്കുന്നു, നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. നമ്മളുടെ കണക്ഷൻ ഒന്ന് ഫിക്സ് ചെയ്യണം, അത് സ്ഥിരമാക്കണം, അത് ഉറപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെ ഹൃദയം തുറന്നാണ് പറയുന്നത്, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. പറയുന്നത് കമ്മിറ്റ്മെൻറ്റാണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ഫ്യൂച്ചറിൽ, എൻ്റെ ഭാവിയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം ആത്മാർത്ഥമായി തന്നെ നിങ്ങളോട് പറയുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഇവിടെ ഇത് ഔട്ട്കം എന്ന് ചോദിച്ചാൽ ദ ലവേഴ്സാണ്. അപ്പോൾ നിങ്ങളിവിടെ കാത്തിരുന്നതും നിങ്ങളുടെ വ്യക്തി ഈ വിഷമങ്ങളിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം, ഇതിൽ നിന്നെല്ലാം ഈ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വന്നേ പറ്റൂ. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ലവേഴ്സാണ്. ഇതൊരു ഡീപ്പ് ലവ് ആണ്. ഡീപ്പ് ലവ് എന്ന് പറയുമ്പോൾ ഇവിടെ 10 ഫ്ലെയിം എനർജി ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റൂ. നിങ്ങളത് ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ഈ 3 വിഷയങ്ങളിലും നിങ്ങൾ ഇതൊരു ഡിവൈൻ കണക്ട് ചെയ്ത ബന്ധമാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നടന്നേ പറ്റുള്ളൂ. ഇത് നടക്കണമെങ്കിൽ ചില സെപ്പറേഷൻസ്, ചില ലെസൺസ് നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കും എന്നാണ്. ഡിവൈൻ നമ്മളെ ചില ലെസൺസ് പഠിപ്പിക്കുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും മോശമല്ല, നല്ലതിന് വേണ്ടിയാണ്.
ചില കാര്യങ്ങൾ നമ്മളുടെ കുറേ പിന്നെ കഷ്ടങ്ങൾ, സബോട്ടേജ്, ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. നമ്മളോർക്കും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നമ്മുടെ ലൈഫേ പോയി, സ്പോയിലായി എന്ന് വിചാരിക്കും. പക്ഷേ നോ, അല്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്ലാനാണ്, ഡിവൈൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന പ്ലാൻ അല്ലേ? ആ പ്ലാനിൽ നമ്മൾ എങ്ങനെയാണത് ചെയ്യേണ്ടത്? സക്സസ് ആകണം. എങ്ങനെ സക്സസ് ആകണം? അതിനെ നമ്മൾ സക്സസ് ആക്കി എടുക്കണം. അപ്പോഴത്തേന് നിരാശപ്പെട്ടും വിഷമിച്ചും അവിടെയും ഇവിടെയും ഇരുന്നിട്ട് സങ്കടപ്പെട്ടിട്ടും അങ്ങനെയല്ല. ചിലർ ആത്മഹത്യ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നോ, അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഒരുക്കിയെടുക്കണം. അതിനാണ് ടൈം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഇന്നർ സ്ട്രെങ്ത്തിലൂടെ, അല്ലെങ്കിൽ നമ്മളെ ഒരു സെൽഫ് ലവിലൂടെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ഇതെല്ലാവർക്കും ബാധകമാണ്, ഒരാൾക്കല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്, ഓരോ വ്യക്തിക്കും ബാധകമാണ്. കാരണം ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ സോൾ കോൺട്രാക്റ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എന്ത് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഇത് നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടോ കുറ്റം കൊണ്ടോ അല്ലെന്നും, ഇതെല്ലാം ഈശ്വരൻ്റെ പദ്ധതിയാണെന്നും, അത് നമ്മളുടെ സോളിനെ പ്യുവർ ആക്കാൻ വേണ്ടിയാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് ഈ കാർഡ് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പിന്നെ ഗൈഡൻസ് മെസ്സേജ്, ദ വേൾഡ് ആണ്, സക്സസ് ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ്, പ്രോസ്പെരിറ്റി, ലവ്, അതുപോലെ തന്നെ ഹെൽത്ത്, നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം കടന്നു വരികയാണ്. എല്ലാത്തിനും സമയമായി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങനെ ഒരുക്കിയത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാ സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.